ഇവനൊഴിച്ച് ഈ ഭൂമിയിലുള്ള എല്ലാവരും സോംബി ആയിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷെ അവൻ അതിലൊട്ടും വിഷമിക്കാതെ സന്തോഷിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവൻ ഇനി ആരെയും പേടിക്കാതെ ജോലിക്ക് പോകാതെ അവൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിക്കാം. അങ്ങനെ അവൻ നേരെ വീട്ടിലേക്ക് ചെന്ന് അവന്റെ ആഗ്രഹങ്ങളെല്ലാം ഒരു നോട്ട് എടുത്ത് എഴുതിയിട്ട് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ശേഷം റൂമെല്ലാം ക്ലീൻ ചെയ്ത് സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങാൻ പറ്റാതിരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും അവൻ എടുക്കുന്നു. അപ്പൊ ഇനി അവന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എല്ലാവരും സോംബികളായില്ലേ. പക്ഷെ ഷോപ്പിങ്ങിനിടയിൽ സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്ന സോംബീസ് അവനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ അതുങ്ങളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ശേഷം പിറ്റേ ദിവസം രാവിലെ സ്പ്രേ പെയിന്റ് എടുത്തുകൊണ്ട് ചെന്ന് ആ സിറ്റിയിലുള്ള ഏറ്റവും വലിയ ബിൽഡിംഗിലെ അവന്റെ ഫോട്ടോ വരച്ചു വെക്കുന്നു. എന്നിട്ട് തിരികെ സൈക്കിളിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ വീണ്ടും സോംബീസ് അവനെ കണ്ട് പിടിക്കാൻ വരികയാണ്. ആ സമയത്ത് നടു റോഡിൽ ഒരു കിടിലം ബൈക്ക് ഇരിക്കുന്നത് കാണുന്നു. ഉടനെ അവൻ ആ വണ്ടി എടുത്തുകൊണ്ട് ഊരി ചുറ്റാൻ തുടങ്ങി. അങ്ങനെ രാത്രിയായതും ആ നാട്ടിലെ ഒരു വലിയ ബിൽഡിംഗിലേക്ക് ചെന്നിട്ട് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കും പോലെ പടക്കം പൊട്ടിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ശബ്ദം കേൾക്കുന്നു. ഉടനെ അവൻ എന്താണെന്ന് നോക്കാൻ ചെന്നതും ഹെൽമെറ്റ് ഇട്ട് ആരോ അവനെ ചവിട്ടിയിടുകയാണ്. സംഭവം അതൊരു സുന്ദരിയായ പെണ്ണായിരുന്നു. അവളും അവനെ പോലെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ആ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ സോംബികളെ കയറി വരുന്നു. ഉടനെ അവൻ പുറത്തിറങ്ങി കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തതിനെ എറിയുന്നു. എന്നാൽ ആ സോംബിക്ക് ഒന്നും പറ്റിയില്ല. അപ്പൊ തന്നെ ആ പെണ്ണ് അവിടേക്ക് വന്ന് ആ സോംബിയെ അടിച്ച് പദം വരുത്തുകയാണ്. അങ്ങനെ ഇംപ്രസ് ആയ ആ പയ്യൻ അവളോട് പറഞ്ഞു, നമുക്കിനി ഒരുമിച്ച് താമസിക്കാന്ന്. എന്നാ അവള് പറഞ്ഞു, പിന്നെ ഒരു കൊതുക് അടിച്ചാ അതിനെ അടിക്കാൻ ഞാൻ വരണം. അപ്പൊ ഒരു സോംബി ആക്രമിക്കാൻ വന്ന നിന്നെ രക്ഷിക്കുന്ന സമയത്ത് ഞാൻ മരിക്കും, അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ലെന്നും പറഞ്ഞ് അവള് പോകുന്നു.